തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ മുതുവറയിൽ റോഡ് ഡിവൈഡർ തകർത്തതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ എംഎൽഎയും കോൺഗ്രസ് നേതാവും UDF സ്ഥാനാർത്ഥിയുമായി അടാട്ട് പഞ്ചായത്തിൽ ജനവിധി തേടുന്ന അനിൽ അക്കരയ്ക്ക് തൃശൂർ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് നിർമ്മാണ കരാർ കമ്പനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരാമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ഈ നിർണായക വിധി. അനിൽ അക്കരയ്ക്ക് വേണ്ടി പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സച്ചിൻ ആനന്ദ് കോടതിയിൽ ഹാജരായി. മുതുവറ ശിവക്ഷേത്രത്തിലേക്ക് തിരിയേണ്ട U-ടേൺ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഡിവൈഡർ വെച്ച് അടച്ചതിനെ തുടർന്ന് വിശ്വാസികൾക്കും നാട്ടുകാർക്കും അമല ആശുപത്രി വരെ സഞ്ചരിച്ച് U-ടേൺ എടുക്കേണ്ട അവസ്ഥ വന്നതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് ഏകദേശം 19,160 രൂപയുടെ നാശനഷ്ടം വരുത്തിക്കൊണ്ട് അനിൽ അക്കര റോഡ് പണിക്കാരുടെ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക വാങ്ങി ഡിവൈഡർ തകർത്തത്. 2003 മുതൽ 2010 വരെ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അനിൽ അക്കര 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പഞ്ചായത്ത് മത്സര രംഗത്തേക്ക് വരുന്നത്. ഈ നിർണായക സമയത്ത് ലഭിച്ച മുൻകൂർ ജാമ്യം പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഡിവൈഡർ പൊളിച്ചത് എന്ന് വാദിക്കുന്ന അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്.